നമസ്കാരം. കക്കയത്ത് വയോധികനെ കാട്ടുപോത്ത് കുത്തിക്കൊന്ന സംഭവത്തിൽ കോഴിക്കോട് ശക്തമായ പ്രതിഷേധം. SSLC പരീക്ഷ കൂടി നടക്കുന്ന സമയത്ത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്ന ആവശ്യം മുമ്പ് പ്രദേശത്ത് ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപോത്ത് പ്രദേശത്ത് ഇറങ്ങുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇന്ന് കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകരും തമ്പടിച്ചെത്തി. ജില്ലാ കളക്ടറെത്തി ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുകയും മരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്യാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ തടഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതായി പോലീസ് കമ്മീഷണർ അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത് കാട്ടുപോത്തിന്റെ ആക്രമണമല്ല, സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണ്. കോഴിക്കോട്ടുകാരനായ വനവകുപ്പ് മന്ത്രിക്ക് എന്താണ് ജോലിയെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ചോദിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ഇറങ്ങിയപ്പോൾ ഫോറസ്റ്റ് റേഞ്ചറാണ് എത്തിയത്. പടക്കം പൊട്ടിച്ചോ മറ്റോ കാട്ടിലേക്ക് തുരുത്തി ഓടിക്കാൻ മാത്രമാണ് റേഞ്ചർക്ക് കഴിയുക. കാട്ടിൽ നിന്ന് 12 കിലോമീറ്ററോളം അകലെ കൂരാച്ചുണ്ട് ടൗണിലാണ് കാട്ടുപോത്തുള്ളത്. അതിനെ എങ്ങനെ കാട്ടിലേക്ക് ഓടിക്കാൻ കഴിയും? കഴിഞ്ഞ മാസം എറണാകുളത്ത് നിന്ന് കക്കയം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ വന്ന വിനോദസഞ്ചാരികളായ അമ്മയ്ക്കും കുഞ്ഞിനും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്നിട്ടും വനവകുപ്പ് യാതൊരു നടപടിയെടുത്തില്ലെന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കട പറഞ്ഞു. 2 ദിവസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പാലാട്ട് എബ്രഹാം എന്ന അവറാച്ചനാണ് മരിച്ചത്. തൃശൂർ വാഴശാലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചുമരത്തെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയും മരിച്ചു. കൃഷിയിടത്തിൽ വെച്ചാണ് അബ്രഹാമിന് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. കക്കയം ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കക്കയം ഡാം സൈറ്റ് റോഡിൽ കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്ത് കുത്തിയത്. കക്ഷത്തിൽ ആഴത്തിൽ കൊമ്പിറങ്ങിയാണ് അബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റത്. അതേസമയം കൂരാച്ചുണ്ടിൽ നാളെ UDF-ഉം LDF-ഉം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്.